എനിക്കിഷ്ടമാണ്. ഞാൻ 70 വയസ്സായാലും ഇങ്ങനത്തെ തന്നെ ഡ്രസ്സൊക്കെ ഇടും. അല്ല, അതിന്റെ ഒരു അതായത് എന്റെ ഒരു അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് വൃത്തികേടില്ല എങ്കിൽ ഏത് ഡ്രസ്സും യൂസ് ചെയ്യാം. അത് നമുക്ക് അതാണ് എന്റെ പോളിസി. നമുക്ക് വൃത്തിയില്ല, നമ്മൾ കണ്ണാടി നോക്കി നമ്മൾ ഡിസൈഡ്. മാത്രമല്ല, നമ്മൾ ഒരിക്കലും ഇല്ല, നമ്മളുടെ വീട്ടിലും മക്കളുണ്ട്, എന്റെ കൂടെ എന്റെ അമ്മയുണ്ട്, അല്ലെങ്കിൽ എന്റെ അനുജത്തിമാര്, നമ്മുടെ നെയ്ബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഈ സാരിയെ കൊടുത്ത് പക്ക ഒരു നാടൻ സ്ത്രീയായിട്ട് നടക്കാനായിട്ട് എനിക്കൊന്നും താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാല് സാരിയൊക്കെ ചിലപ്പോ കേരളീയ ഡ്രസ്സൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മള് അപ്പുറം ഇത് കണ്ടു ഇതാകുമ്പോൾ നമുക്ക് കംഫർട്ടാണ്. ഞാൻ കൂടുതൽ ജീൻസും ടോപ്പും ഒക്കെയാണ് എപ്പോഴും ഫുൾ ടൈമാണ്. മാത്രമല്ല, നമ്മൾ കണ്ടു കഴിഞ്ഞാല് സത്യത്തിൽ ഞാനൊരു പാവമാണ്. പാവാണ്. അതെ, ഞാനൊരു പാവമാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ല ഇത്രക്ക് എന്നെ കണ്ടിട്ട്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പാവമാണ്. അപ്പൊ ഈ പാവം മറ്റുള്ളവർക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജീൻസും ടോപ്പൊക്കെ ഇടുന്നത് പണ്ട്. അതായത് നമ്മുടെ ഒരു ജഡ്ജ്മെന്റൽ സൊസൈറ്റി. തീർച്ചയായിട്ടും അവര് ജീൻസും ടോപ്പൊക്കെ ഇടുമ്പോ കൊള്ളാലേ ഇവള്, പെട്ടെന്നൊന്നും അടുക്കാൻ പറ്റൂല. ഒരാള് നോക്കിക്കഴിഞ്ഞാൽ അവരപ്പൊ തിരിച്ചു പോകും. നമ്മുടെ നോട്ടത്തിൽ തന്നെ അവര് തിരിച്ചു. കാരണം നമ്മള് ചുരിദാറിന് അത്ര കംഫർട്ട് ആണെങ്കിലും നാടൻ സ്ത്രീകൾ ഇപ്പൊ എല്ലാവരും ചുരിദാർ ഇടുന്നത്. എല്ലാവരും ചുരിദാർ. എന്റെ അമ്മച്ചി ഇടുന്നതും ചുരിദാർ. എന്റെ അമ്മച്ചിക്ക് 78 വയസ്സുണ്ട്. അമ്മച്ചിയും ചുരിദാർ ഇടുന്നത് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് അമ്മച്ചായി എന്നല്ല പറയുന്നത്, ചുരിദാർ കോമൺ ആയിട്ടുള്ള ഒരു വേഷം. ജീൻസ് എല്ലാവരും ഇടൂല. ഞാൻ ഇപ്പോഴും ടൈറ്റ് ജീൻസ് ഇട്ട് നടക്കണ ആളാ. എന്റെ ഹസ്ബൻഡിന് ഞാൻ കല്യാണം കഴിച്ച കുട്ടിയായതിനു ശേഷം വന്നതാണ് ഈ ഫീൽഡില്. അതെ, എന്റെ മോൾക്ക് 3-3.5 വയസ്സുണ്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുമ്പോ. അല്ലാതെ ഞാൻ അതിനുശേഷം ഫീൽഡിൽ നിൽക്കുമ്പോഴായിരുന്നു കല്യാണം കഴിഞ്ഞു. അങ്ങനല്ല, ഒരിക്കലല്ല. അതിനുശേഷം എന്റെ ഹസ്ബൻഡിന് ഒരു കലാകാരനായിരുന്നു. പുള്ളിയുടെയും കൂടി ഇഷ്ടപ്രകാരം മാത്രമേ ഞാൻ വർക്കിന് വന്നുള്ളൂ. പുള്ളിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ ജീൻസ് ഇടുന്നതും. മിഡിയൊക്കെ എത്രയോ വർഷം ഞാൻ ഇട്ടിരിക്കുന്നു, മിഡിയും ടോപ്പൊക്കെ. ലൊക്കേഷനിലൊക്കെ പോകുന്ന അങ്ങനെയൊക്കെ തന്നെ ഇത് വാങ്ങി തരുന്നതും പുള്ളി തന്നെ. അതൊക്കെ ഇടണം, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാനിട്ടത് കൊണ്ട് ആരും ഇതുവരെയും വൃത്തികേടാണ് എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡിയൊക്കെ വർക്കൗട്ട് പണ്ട് തുടങ്ങി വർക്കൗട്ട് ചെയ്യാറുണ്ട്, നടക്കാറുണ്ട്. ഇപ്പോഴാണ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഡയറ്റിംഗ് ഒക്കെ ഉണ്ട്. വലിച്ചുവാരി കഴിക്കലൊന്നുമില്ല. ഇപ്പോഴും വെജാണോ? ഇപ്പോഴും വെജൊന്നല്ല, നോണൊക്കെ കഴിക്കും. നോണൊക്കെ നന്നായിട്ട് കഴിക്കും. പക്ഷെ നമ്മള് ചോറ്, കാർബോ ഒന്നും കഴിക്കാറില്ല. ചപ്പാത്തി, ചോറ്, പിന്നെന്താ ഗോതമ്പ്, അങ്ങനെയുള്ള ഒന്നും കഴിക്കാറില്ല. ഫ്രൂട്ട്സ്, കറികള്, ചിക്കൻ, ബീഫ്, പിന്നെ ബീഫ് എല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. ഫിഷ്, വെജിറ്റബിൾസ്. നമുക്ക് ഈ മലയാളികൾക്ക് ഈ ചോറും മീൻകറിയും മീൻ വറുത്തതൊക്കെ കഴിക്കാൻ ക്രേവിങ്സ് വരില്ലേ? അങ്ങനെയൊന്നുമില്ല, എനിക്കങ്ങനെയില്ല.